ഇവിടെ PM ശ്രീ പ്രോജക്റ്റിൻ്റെ ഒരു നടപടി ആരംഭിച്ചിട്ടില്ല. PM ശ്രീ പദ്ധതിക്ക് കേരളത്തിന് ഫണ്ടും വേണ്ട, കിട്ടിയാലോട്ട് വാങ്ങാതിരിക്കുകയില്ല. കാരണം PM ശ്രീ പ്രോജക്റ്റിൽ പറയുന്നതിനേക്കാൾ എത്രയോ ദൂരെയാണ് നമ്മുടെ സ്കൂളുകളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു നടപടി ഇതുവരെ ആരംഭിച്ചില്ല. ഇവിടെ പ്രശ്നം എന്താ? അതിൻ്റെ പേരിൽ SSK അടക്കമുള്ള മറ്റ് പ്രോജക്റ്റുകൾക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ തടഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ മറ്റ് വകുപ്പുകളും അവരൊക്കെ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് PM ഉഷ എന്ന പേരിൽ 5 വർഷത്തേക്ക് 405 കോടി രൂപ അനുവദിച്ചു. ഇതിൽ 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റുമാണ്. അവർ 3 ഭേദഗതികൾ നിർദ്ദേശിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് MOUവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ യാതൊരു മാറ്റത്തിനും തയ്യാറാകില്ല. കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ച അതേ MOUവിൽ തന്നെ ഒപ്പിട്ട് ഇപ്പോൾ കാശ് വാങ്ങി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷി ഭൂമിയിൽ കിട്ടിയിട്ടുള്ളത് രാഷ്ട്രീയ കൃഷി വികാസ് യോജന 873.84 കോടി രൂപ കിട്ടിയതാണ്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതി. PM ശ്രീ പദ്ധതിയും കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. PM ശ്രീ എന്നൊരു പേര് വീടുന്നത് മാത്രമേ ഉള്ളൂ. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അത് 10 വർഷത്തിനുള്ളിൽ 488.14 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന 10 വർഷത്തിനുള്ളിൽ 41.53 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. സോയിൽ ഹെൽത്ത് ആൻഡ് ഫെർട്ടിലിറ്റി സ്കീം 7.55 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. PKVY ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി 77.18. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ 10 വർഷത്തിനുള്ളിൽ 196.144 കോടി. ദേശീയ ഭക്ഷ്യസുരക്ഷാ മിഷൻ 3.76 കോടി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 1.7 കോടി. നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽസ്, മിഷൻ ഓൺ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ആരോഗ്യ വകുപ്പിന് ദേശീയ ആരോഗ്യ ദൗത്യം 2018 മെയ് മാസത്തിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രങ്ങൾ മുൻഭാഗ ബ്രാൻഡിംഗ് അടക്കം നമ്മളെ ഫണ്ട് ഉപയോഗിക്കുന്നു. ആർദ്രം ആയുഷാൻ ആരോഗ്യ മന്ദിർ കേന്ദ്ര സ്കീമിൽപ്പെട്ടതാണ്. അതിൽ MOU ഒന്നും ഒപ്പിട്ടിട്ടില്ല. ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നുള്ള പേര് മാറ്റാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സ്ഥിതി. പിന്നെ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇവിടെ ജയപ്രകാശ് ഞാൻ പറഞ്ഞു കൊടുക്കാം. അതിൽ ഒരു സ്ഥലത്തും ആ മെമ്മോറണ്ടത്തിൽ അഗ്രിമെൻറ്റിൽ സാധാരണഗതിയിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുരോഗതിയും നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ അക്കാഡമിക് കാര്യങ്ങളിൽ ഒന്നും നിഷ്കർഷിച്ചിട്ടില്ല. പാഠപുസ്തകം തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമോ പാഠ്യപദ്ധതിയെ സംബന്ധിച്ചിടത്തോളമോ അതിലൊന്നും ഒരു സ്ഥലത്തും അതിൽ അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടില്ല. അത് പൂർണ്ണമായിട്ട് കേരള സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല 2007 NEP-യിൽ അതിൽ പേജ് 22-23 പാഠ്യപദ്ധതി നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് SCERTക്ക് തന്നെയാണ്, സംസ്ഥാന ഗവൺമെൻറ്റിന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്.
ചില സംശയങ്ങളുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെൻറ് അവിടെ നിന്ന് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി എല്ലാ സ്കൂളുകളിലും വിതരണം ചെയ്യുമെന്നുള്ള ചില സംശയങ്ങളുണ്ട്. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോരെ? ഇതും കൂടെ ഒന്ന് വായിച്ചിട്ട് കുറച്ച് അല്ല ഉണ്ടല്ലേ? അതായത് കേന്ദ്ര NEP-യുടെ ഭാഗമാണല്ലോ ഈ PM ശ്രീ പദ്ധതി. നടപ്പിലാക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു, ചില സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ഒരു പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പിറ്റേ ദിവസം നടപ്പിലാക്കണമെന്നില്ലല്ലോ. ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൻ്റെ ചർച്ച കേന്ദ്ര ഗവൺമെൻറ്റുമായി ഞാൻ തന്നെ നേരിട്ട് പോയി കേന്ദ്രമന്ത്രിമാരുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം പിന്നെ നടന്ന ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം പറഞ്ഞു, നിങ്ങൾ ഒപ്പിടുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ നിങ്ങൾ പിന്നെ ഈ എഗ്രിമെൻറ്റിൽ ഒപ്പുവയ്ക്കേണ്ട, ഒരു കത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ റാണി ജോർജ് IAS നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ ഞങ്ങളൊരു സംസ്ഥാന തലത്തിലുള്ളൊരു അക്കാഡമിക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണെന്നും ആ അക്കാഡമിക് കമ്മിറ്റി ഇതെങ്ങനെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാം എന്നുള്ള നിലയിലൊരു അഫിഡവിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുത്തു. അതിൻ്റെ പേരിലാണ് ആ വർഷം കാശ് കിട്ടിയത്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിന്നെ കേന്ദ്രമന്ത്രി തന്നെ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ സംസ്ഥാന സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയും നിങ്ങൾ ഇതിൽ പിന്നെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത നടപടികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതിനായിട്ട് അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാശിൽ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അങ്ങനെ വന്നപ്പോൾ കാശ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒപ്പിട്ടത്.